സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാമായണ ഫെസ്റ്റ് നാളെ തൃശൂരിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന വാത്മീകി പുരസ്കാരം സംഗീത സംവിധായകൻ എം ജയചന്ദ്രനും രാമായണ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കലിനും സമർപ്പിക്കും. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള 9ാമത് രാമായണ ഫെസ്റ്റാണ് നാളെ തൃശൂരിൽ നടക്കുന്നത്. രാവിലെ 9-ന് തൃശൂർ മാരാർ റോഡിലുള്ള നന്ദനം ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്ന പരിപാടി വൈകിട്ട് 9 മണി വരെ തുടരും. രാവിലെ 9-ന് ദീപപ്രോജ്വലനം, തുടർന്ന് രാമായണ പാരായണ മത്സരം, രാമായണ ക്വിസ് മത്സരം എന്നിവ നടക്കുമെന്ന് പരിപാടിയുടെ ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായി രാമായണ ഫെസ്റ്റ് അതിഗംഭീരമായി ഈ തൃശ്ശൂരിൽ നടക്കുന്നു. ഇത് 9ാമത്തെ വർഷമാണ്. രാമായണ ഫെസ്റ്റ് സാധാരണ രാമായണ സമ്മേളനങ്ങൾ പോലെയോ രാമായണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന മറ്റു പല പരിപാടികളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവേദന പ്രോഗ്രാമാണ്, പരിപാടിയാണ് രാമായണ ഫെസ്റ്റ്. 11:30-ന് രാമായണ ഫെസ്റ്റിലെ പ്രധാന പരിപാടിയായ ശബരി സൽക്കാര സദ്യ നടക്കും. ശബരി സൽക്കാരത്തിൽ കേരളത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. ജാതി, വർഗ, വർണ്ണ ചിന്തകൾക്കും ഐത്തത്തിനുമെതിരെ രാമായണം എന്ന സന്ദേശമാണ് ശബരി സൽക്കാര സദ്യ. വിദ്യാധര മാഷെ പോലെയുള്ള ആളുകൾ, രാജീവ് ആലുങ്കലെ പോലെയുള്ള ആളുകൾ, ഫാദർ ഡോക്ടർ ഹർഷജനെ പോലെയുള്ള ആളുകൾ, അഡ്വക്കേറ്റ് സജി നാരായണൻ, അങ്ങനെ നിരവധി ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അവര് വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. കോളനിയിൽ നിന്നും വരുന്ന പാവപ്പെട്ട ഈ ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്നത്, സദ്യ, ശബരി സൽക്കാര സദ്യ. അങ്ങനെ ഈ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അവർക്ക് സദ്യ വിളമ്പിക്കൊടുത്ത് അവരെ ഊട്ടുകയാണ്. അങ്ങനെ ഒരു ഭാവാത്മകമായ ഒരു പ്രതീകമായി ശബരി സൽക്കാരം മാറുന്നു. തുടർന്ന് 2 മണിക്ക് തായമ്പക, തിരുവാതിരകളി, രാമായണ ഫാഷൻ ഷോ, രാമായണ സംഘനൃത്തം എന്നിവ നടക്കും. വൈകുന്നേരം 5:30-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സംഗീത സംവിധായകൻ എം ജയചന്ദ്രന് വാത്മീകി പുരസ്കാരവും കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കലിന് രാമായണ പുരസ്കാരവും സമർപ്പിക്കും. വൈകിട്ട് 7 മുതൽ എടപ്പാൾ വിശ്വനും ആർട്ടിസ്റ്റ് നന്ദകുമാർ നയിക്കുന്ന ജയചന്ദ്രൻ നൈറ്റ് ഗാനസന്ധ്യ നടക്കും. ജനം, തൃശൂർ.